ഈ സ്റ്റാർ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് കണ്ടാൽ സിമ്പിൾ അല്ലെന്ന് തോന്നും, എന്നാൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്ത കളർ പേപ്പർ വേണം. ആദ്യം നമുക്കതൊരു കോണായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം അത് നിവർത്തിയിട്ട് ആ മടക്കിലേക്ക് തന്നെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ കോണായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അടിയിലുള്ള പീസ് മുകളിലേക്ക്, പിന്നെ ആ മൂലയ്ക്കൊന്ന് പിന്നെയും മുകളിലേക്ക് ഇതായി ചെയ്യുന്ന പോലെ ചെയ്തു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നിവർത്തി കൊടുത്തിട്ട് ആ അടിയിലത്തെ പീസ് നമുക്ക് ആദ്യം മടക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഈ മടക്ക് കണ്ടോ, ഇത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം മടക്കി കൊടുക്കാനായിട്ട്. അതുപോലെ ഇപ്പുറത്തുള്ള മടക്കും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് മടക്കി കൊടുക്കണം. പിന്നെ അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഫസ്റ്റ് മടക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി അത് കഴിഞ്ഞ് തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത മടക്ക് മടക്കിയിട്ട് ഇതുപോലെ കയറ്റി വെച്ച് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. ഇനി അത് ഏറ്റവും അടിയിൽ നിന്ന് ഇതുപോലെ ഉയർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു പെറ്റൽ റെഡിയായി. ഇതുപോലത്തെ 8 പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അതിൻ്റെ ഒരു പീസ് എടുത്ത് അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം എടുത്ത് ഇതുപോലെ സൈഡിൽ പശ തേച്ചിട്ട് അടുത്തൊരു പെറ്റല് ഈ ഒരു രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ പെറ്റൽസും ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് രണ്ടാമത്തെ സ്റ്റാറാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സ്റ്റാർ പാളിപ്പോയി, കാരണം ഞാൻ പശ തേച്ച് കൊടുത്ത ഭാഗം മാറിപ്പോയി. ഞാൻ ഈ സ്റ്റാറിൻ്റെ പീസ് തിരിച്ചു വെച്ചിട്ടാണ് പശ തേച്ച് കൊടുത്തത്. ആ സ്റ്റാർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. സ്റ്റാറിൻ്റെ പുറകിൽ ഇതുപോലെ 4 പെറ്റൽസും വീണ്ടും ഒട്ടിച്ച് ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നൂല് കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയായി. കണ്ടോ, സിമ്പിൾ അല്ലേ? അതിൻ്റെ ആ മടക്കുകൾ മാത്രം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്. ഇനി എന്താ, ലൈക്ക് പിന്നെ സബ്സ്ക്രൈബ്. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ മുന്നേ ഉണ്ടാക്കിയ സ്റ്റാറ്. അടുത്ത വീഡിയോയിൽ ഒരു കിടുക്കൻ ഐറ്റം വരുന്നുണ്ട്. ബൈ.